Hello guys, welcome to my new video. In the Redmi Note 9 ആണ് അൺബോക്സ് ചെയ്യാനും പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. So, we will upload this video. Redmi Note 9 unboxing. So, mainly, the spec main price 11,999 to 12,000 phone price. That's 4GB RAM, 64GB internal variant. This 4GB RAM, 128GB internal variant. That's 6GB RAM, 128GB internal variant. That's 3 variant phone. Just to our phone main spec, 5020 mAh, 5020 mAh battery backup. That's 22.5 watt fast charging support. Quad camera setup, 14 megapixel camera, primary camera. Then punch hole display, left side punch hole display camera. Sorry, phone. That's full HD plus display on phone. At last, our phone color pebble grey in the color on the phone. The bluish color color origin name pebble grey in the color on the phone. So friends, this is our Redmi Note 9 box. 14 megapixel AA quad camera title. That's 4GB 64GB ROM internal variant. Made logo. Xiaomi India's #1 smartphone brand. That's side Redmi Note 9 with easy access to the Google apps you use most. Back main spec 14 megapixel AA quad camera, 13 megapixel in display selfie camera. That's Helio performance Helio G85 processor on the phone optimized for gaming. Gaming feature processor the company that's 6.53 inches display display Corning glass Gorilla 5 glass protection 48 plus 8 plus 2 plus 2 quad camera. 14 megapixel primary camera, 8 megapixel wide angle, 2 megapixel macro, 2 megapixel depth sensing camera. Wide angle macro depth lenses. Splash proof and waterproof, splash proof nano coating. Cherry phone waterproof, splash proof. That's dual volt, 2 SIM 4G supported, Wi-Fi supported. 5020 mAh battery, highlighted battery. 22.5 watt fast charger box 9 watt reverse charging phone phones charge 9 watt reverse charging supported. That's IR remote type C reversible connector C type pebble grey ആണ് നമ്മുടെ ഫോണിന്റെ കളർ വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് അടിക്കുന്നത്. പിന്നെ ബാക്കിൽ ബോക്സിലുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. അതിന് ശേഷം എന്താ വരുന്നത് നോക്കാം. പിന്നെയാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഓക്കെ, നമ്മുടെ ഫോൺ ഇപ്പോൾ തന്നെ യൂസർ മാനുവലും ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നീക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാറ്ററി നോക്കാം. അതുപോലെ തന്നെ ഡാറ്റ കേബിൾ വരുന്നുണ്ട്. സി ടൈപ്പ് ഡാറ്റ കേബിളാണ് നമ്മുടെ ഫോണിൽ വരുന്നത്. ഇത് കാണിച്ചു തരാം. സി ടൈപ്പ് ഡാറ്റ കേബിളാണ് നമ്മുടെ ഫോണിൽ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒരു വൈറ്റ് കേബിളാണ് വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ ചാർജർ വരുന്നത്. സി ടൈപ്പ് കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ ചാർജർ 22.5 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചാർജർ നമ്മുടെ ബോക്സിൽ വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ 22.5 വാട്ടിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 18 വാട്ടിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് മെയിൻലി റീസൺ എന്താ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു അഗ്രിമെൻറ്റിൻ്റെ ഇഷ്യൂ നമ്മുടെ ഫോൺ നമ്മുടെ റെഡ്മിക്കാരായിട്ട് എന്തോ ഒരു അഗ്രിമെൻറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫോൺ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ ചാർജ് 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുള്ള സപ്പോർട്ടഡ് ആണെങ്കിൽ നമ്മുടെ ഫോണിൽ 18 വാട്ട് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അത് ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ മാറുന്നതായിരിക്കും. പ്രത്യേകിച്ച് പേടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഒരു അപ്ഡേഷനിലൂടെ നമ്മുടെ ഫോണിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് 22.5 വാട്ടിലേക്ക് മാറുന്നതായിരിക്കും. സോ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം.
അതിനുശേഷം നമ്മുടെ ഈ ബോക്സിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഒരു പിൻ ടൂൾ വരുന്നുണ്ട്, സിം എജക്ടർ ടൂൾ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ കേസും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് കേസിൻ്റെ കാര്യം നോക്കാം. ഓക്കെ, കേസ് ഡാർക്ക് കളറിലാണ് തോന്നുന്നു കേസ് വരുന്നത്. ഓക്കെ, ഡാർക്ക് കളറിലാണ് നമ്മുടെ കേസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ബ്ലൂ, ബ്ലാക്ക് അല്ല, ഡാർക്ക് ഒരു ബ്ലൂ ടൈപ്പ് ഒരു കളറിലാണ് നമ്മുടെ കേസ് വരുന്നത്. നല്ല പക്ക ക്വാളിറ്റി ഉള്ള കവറാണ്, നല്ല ടൈറ്റ് ആയിരിക്കും തോന്നുന്നത്. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ സെയിം സൈസിലാണ് വരുന്നത്, ചെറിയൊരു ഇഷ്യൂ പോലും ഇല്ല, നല്ല ടൈറ്റ് ആയിരിക്കും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബാക്ക് കവറാണ് വരുന്നത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് പുറത്തേക്ക് എടുക്കാം. യെസ്, ദിസ് ഈസ് അവർ ഫോൺ. പക്ക സ്റ്റൈലിഷ് ലുക്കിലാണ് വരുന്നത്. നല്ലൊരു ഗ്ലേസിങ്ങിനോട് കൂടിയാണ് നമ്മുടെ ഫോൺ വരുന്നത്. Redmi Note 9 പക്ക. അതുപോലെ തന്നെ ക്യാമറയുടെ ഭാഗത്തൊരു ഗ്ലേസിങ്ങൾ കാണാം, ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് എനിക്ക് ഇവിടെയും കാണാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഫോൺ ഓൺ ആക്കുന്നതിന് മുമ്പ് സൈഡിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സിം എജക്ടറിൻ്റെ സിം ട്രേ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ IR ബ്ലാസ്റ്ററാണ് നമ്മുടെ മോൾ ഭാഗത്തായിട്ടിരിക്കുന്നത്. അടിഭാഗത്ത് സി ടൈപ്പ് നമ്മുടെ ചാർജിങ് പോർട്ടും, അതുപോലെ തന്നെ 3.5mm ഹെഡ്സെറ്റ് ജാക്കും, മൈക്ക്, സ്പീക്കർ ഒക്കെ മോണോ സ്പീക്കറൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. റൈറ്റ് സൈഡിൽ ലോക്ക് ബട്ടൺ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ് കാണാൻ സാധിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ, സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ, മോഡ് ഭാഗത്ത് ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ HD+ ഡിസ്പ്ലേ ആണെങ്കിലും ഇവിടെ പഞ്ച് ഹോൾഡ് ക്യാമറയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് Redmi Note 9 Pro Max നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെൻറ്ററിലായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറിച്ച് കളയാം. അടുത്തത് ബാക്കിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ ഗ്ലാസ് അല്ല, പോളി കാർബണേറ്റ് ആണ് വരുന്നത്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48+8+2+2 ആണ് വരുന്നത്. ഒരു ഫ്ലാഷും LED ഫ്ലാഷും സൈഡിൽ വരുന്നുണ്ട്, ഒരു പുറത്തേക്കായിട്ട് വരുന്നത്. നമ്മുടെ Redmi Note 9 Pro Max ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ Redmi Note 9 Pro Maxൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെയല്ല, ഫിംഗർ പ്രിൻറ്റ് ഇവിടെയായിരുന്നു, പക്ഷേ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ ഇവിടെയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ Redmi Note 9 Pro Maxൻ്റെ ഇവിടുന്ന് സ്വല്പം ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ലാർജ് ആയിട്ടാണ് ഇരിക്കേണ്ടത്, പക്ഷേ ഇതിൽ ക്യാമറ കുറച്ചുകൂടി ചെറുതായിട്ട് പോവുകയാണ് ചെയ്തത്. സിംപ്ലി നോക്കുകയാണെങ്കിൽ Redmi Note 9 Pro Maxൻ്റെ ഒരു സെയിം ലുക്കും നല്ല ചെറിയൊരു ചേഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് ബാക്കിൽ, പിന്നെ അടിയിൽ റെഡ്മിയുടെ ലോഗോ റെഡ്മി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റപ്പ് ചെയ്ത് നമ്മൾ വീണ്ടും ബാക്ക് ടു വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ ഫോൺ ബൂട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു, എല്ലാം പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. നല്ല ഒരു നമ്മുടെ എന്താ പറയുക, ഫോൺ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻ ഗാർഡ് ഇതിൽ അപ്ലൈഡ് ആണ്, നമ്മൾ എക്സ്ട്രാ ബോർഡ് വാങ്ങേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ പ്രൊജക്റ്റ് പോലെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു പുറത്തേക്ക് തള്ളിയിട്ടായിട്ടാണ് നമ്മുടെ ഒരു ഇത് നിൽക്കുന്നത്. അത് ഡിസ്പ്ലേ സ്ക്രീൻ ഗാർഡ് ഉള്ളിലേക്ക് പോയതുകൊണ്ട് നമുക്ക് തോന്നിക്കുന്നതാണ്. സോ നമ്മുടെ ഫോൺ ഇങ്ങനെയാണ് വരുന്നത്. സാധാ MIUI 11 ലോഞ്ചറോടുകൂടിയാണ് നമ്മുടെ ഫോൺ വരുന്നത്. അപ്ഡേഷൻ ഒന്നും ആയിട്ടില്ല, അപ്ഡേഷൻ ആയി MIUI 12 മാറുന്നതായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് കാര്യങ്ങൾ നോക്കാം. ഡിവൈസിന് Redmi Note 9 MIUI 11 ആണ് വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. അതുപോലെ തന്നെ വേറെ ഒന്നും മാറിയിട്ട് സ്റ്റോറേജ് 64GB. ഇതൊക്കെയാണ് നമ്മുടെ ഫോൺ വന്നിട്ടുള്ളത്. 4GB റാമിൻ്റെ വേരിയൻ്റ് ആണ്. സോ നമുക്ക് ജസ്റ്റ് നമ്മുടെ ക്യാമറ ഒക്കെ എടുത്ത് നോക്കാം. അതാണല്ലോ നമ്മളെല്ലാവരും ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന കാര്യം ക്യാമറയാണല്ലോ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമറ നോക്കുമ്പോൾ സാധാ റെഡ്മി ഫോൺസിൻ്റെ ഒരു ഇതിലായിട്ടാണ് വരുന്നത്. ഓക്കെ, സാധാ നോക്കുമ്പോൾ ഫോട്ടോ, സോ അപ്പോൾ തന്നെ 48 മെഗാപിക്സൽ, പോർട്രേറ്റ്, അതുപോലെ തന്നെ നൈറ്റ്, പനോരമ, പ്രോ വെർഷൻ എല്ലാതും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ലെൻസ് നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡ്, മാക്രോ ഇതൊക്കെയാണ് വരുന്നത്. സോ മോർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഫോട്ടോയിലിട്ടിട്ട് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ സാധാരണ ഡോക്യുമെൻറ്റ്സും നമുക്ക് ഫോട്ടോയിൽ എടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ വല്ല സ്കാൻ ചെയ്ത് കയറ്റാൻ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ ഒരു ആധാർ കാർഡിൻ്റെ സ്കാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആധാർ കാർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഡോക്യുമെൻറ്റ്സ് ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുകയാണെങ്കിൽ പക്ക ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഒരു അടിപൊളി ഫീച്ചറാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാമറ ഫ്രെയിം 9:16 ഫുൾ ഫ്രെയിം എല്ലാം അവൈലബിൾ ആണ്. ടൈമർ, ടൈറ്റ് ഷിഫ്റ്റ് സെറ്റിങ്സ് എല്ലാം സാധാ പോലെ തന്നെ. മാക്രോ ഇവിടെ വരുന്നതാണ്, മാക്രോ ആയിട്ട് വരുന്നതാണ്. സോ ഇതൊക്കെ നമ്മുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുക. ഷോർട്ട് വീഡിയോ, അതുപോലെ തന്നെ വീഡിയോയിൽ നമുക്ക് 1080 at 30 FPS,
അതുപോലെ തന്നെ 1080 720 30 FPS ഈ രണ്ട് മാത്രമേ അവൈലബിൾ ഉള്ളൂ. 1080 60 FPS അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ടൈം ലാപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൂവി ഫ്രെയിം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു റേഷ്യോയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് പോലെ ഈ ഒരു റേഷ്യോയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഓപ്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ സ്ലോ മോഷൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ലോ മോഷൻ ഇരിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോയിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സൂപ്പർ സ്ലോ റെഗുലർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇതൊക്കെ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. സോ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിലെടുത്ത സാമ്പിൾസ് കാണിച്ചു തരാം. വീഡിയോ ഫോട്ടോ എല്ലാ സാമ്പിൾസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 അൺബോക്സിൽ നിന്ന് പറയാനായിട്ടുള്ളത്. സോ ഇതിന് ശേഷം നമ്മുടെ റെഡ്മി നോട്ട് 9ന്റെ ക്യാമറ റിവ്യൂ അതുപോലെ തന്നെ ഫോണിന്റെ തന്നെ റിവ്യൂ നമ്മൾ മൊത്തം ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ഇവിടെ നമുക്ക് നാളെ പാക്കലാം. With